സ്ത്രീപക്ഷത്തു നിന്ന് രാമനെ കാണുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട് രാമൻ. അപ്പോൾ രാമനെ നമ്മൾ വീണ്ടും ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു രാമനാവും. ഇപ്പോൾ സീതയെ ഉപേക്ഷിച്ച രാമൻ, സീതയെ സംശയിച്ച രാമൻ, അങ്ങനെ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ദശരഥന് തന്നെ ശാന്ത എന്ന് പറയുന്ന ഒരു മകളുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് രാജ്യഭാരം കൊടുക്കില്ല, കാരണം മകനല്ലേ രാജ്യഭാരം. അതിനാണല്ലോ പുത്രകാമേക്ഷി നടത്തുന്നത്. മകളുള്ള ദശരഥൻ പുത്രകാമേക്ഷി നടത്തുകയാണ്. രാമനെ ഇങ്ങനെ നിർത്തിച്ചു പൊരിക്കുകയാണ് സീത. അപ്പോൾ അങ്ങനെയുള്ള വേറൊരു തരത്തിലുള്ള രാമനെ നമ്മൾ കാണുന്നു. ഇപ്പോൾ ശംഭുവിനെ കൊന്ന രാമൻ, ബാലിയെ ഒളിയം പെയ്ത് കൊന്ന രാമൻ ഒക്കെ ഉണ്ടല്ലോ. ഒരു ബ്രാഹ്മണ്യം അംഗീകരിക്കുന്ന രാമൻ. അപ്പോൾ ആ ഒരു ചാതുർവർണ്ണ വ്യവസ്ഥയെ സമ്പുഷ്ടമാക്കുന്ന രാമൻ, രാക്ഷസരെ കൊല്ലുന്ന രാമൻ. രാക്ഷസർ എന്ന് പറഞ്ഞാൽ നീചജാതിക്കാരാണ്, അതിന് പ്രത്യേക ജാതിക്കാരൊന്നുമല്ല, നമുക്ക് മനസ്സിലായിട്ട്. ഗാന്ധി പറയുന്നുണ്ട് ഇത് അയോധ്യയിലുള്ള രാമനല്ല, യുദ്ധം ചെയ്ത രാമനല്ല. ആ രാമൻ രാമരാജ്യം എന്ന് ഗാന്ധി പറയുന്നതിന് വ്യാഖ്യാനമൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അതിൽ ശരിയോ തെറ്റോ എന്നല്ല, ഞാൻ ഗാന്ധിയെ കാണും. അപ്പോൾ രാമനെ അങ്ങനെയും രാമനെ കാണാം എന്ന രൂപത്തിൽ ഒരു രാമായണം എൻ്റെ മനസ്സിൽ രൂപപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ പോപ്പുലിസ്റ്റ് രാമായണം, ഗാന്ധിയുടെ രാമനിൽ നിന്ന് നേരെ വ്യത്യസ്തനായ ആയുധപാണിയായ ഒരു രാമൻ എന്ന അർത്ഥത്തിൽ അങ്ങനെ വരുന്നുണ്ട്. രാമായണത്തിലെ എടുക്കുന്ന ഭാഗങ്ങളിൽ 90% രാമനല്ല മുഖ്യ കഥാപാത്രം. രാമനല്ല പ്രധാന കഥാപാത്രം രാവണൻ ആണ്. ഇപ്പൊ നമ്മള് ബാലി വിജയം, രാവണ വിജയം, ഉത്ഭവം, അങ്ങനെ കഥകളൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റേ തോരണ യുദ്ധം, ഇതിലൊക്കെ രാവണൻ ആരാന്ന് ചോദിക്കുക. പ്രധാന നടൻ രാവണനാണ്. അത് കേരളത്തിന്റെ വേറൊരു പ്രത്യേകതയാണ്. സാർ നമസ്കാരം. നമസ്കാരം. പുരാണങ്ങളും ഇതിഹാസങ്ങളും കേട്ടു വളർന്ന ഒരു ബാല്യം, എൻജിനീയറിങ്ങിന് പഠിക്കാൻ പോകുന്നത് വരെ അമ്പലത്തിൽ കഴകം, ശാന്തിപ്പണി, അതുപോലെ തന്നെ ദേഹണ്ണപ്പണികളുമായി സ്വന്തം വരുമാനം കണ്ടെത്തിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ. പിന്നീട് വിപ്ലവ പ്രസ്ഥാനത്തിൽ ആകർഷണനായി, അതിനുശേഷം വീണ്ടും മറ്റ് വിപ്ലവ പ്രസ്ഥാനങ്ങളിലെ അപജയങ്ങൾ കണ്ടുമടുത്ത് മറ്റൊരു രാഷ്ട്രീയ ആദർശത്തിലേക്ക് മാറുന്നു. ഇപ്പോൾ തീർത്തും പൊതുപ്രവർത്തനവും സാമൂഹ്യ സേവനവും വായനയും എഴുത്തുമൊക്കെ ആയി കഴിയുന്ന നീലകണ്ഠൻ സാറിനെ ഒരു കാരണവശാലും കേരളത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്ന് ഞാൻ സാറുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം രാഷ്ട്രീയമോ അല്ലെങ്കിൽ സമകാലീന രാഷ്ട്രീയമോ മറ്റു വിഷയങ്ങളുമല്ല, നമ്മുടെ രാമായണത്തെക്കുറിച്ചുള്ള ചില വിശേഷങ്ങളാണ്. അപ്പോൾ സാറിനോട് എനിക്ക് ചോദിച്ചറിയാനുള്ളതും അത് തന്നെയാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാറ് വായിച്ച രാമായണം ലോകത്ത് എമ്പാടുമുണ്ട്. ഇന്ത്യയിൽ തന്നെ 41 രാമായണത്തിലധികം ഉണ്ടെന്ന് പറയുന്നു. അധ്യാത്മരാമായണം, കമ്പരാമായണം, എഴുത്തച്ഛൻ്റെ രാമായണം, കിളിപ്പാട്ട്, അതുപോലെ തന്നെ കാകപുശുണ്ടി രാമായണം, തുളസീദാസ രാമായണം, ഇതുപോലെ പല രാമായണങ്ങളും. ഇവിടെ ഞാൻ രാമായണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ CR നീലകണ്ഠൻ എന്ന ജിജ്ഞാസുവായ വായനക്കാരൻ, മനീഷിയായ വായനക്കാരൻ കണ്ടെത്തിയ രാമായണം, ഇതാണ് എൻ്റെ ചോദ്യം. രാമായണം തീർച്ചയായും ആദികാവ്യം എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നു. ലോകത്തിലെ ആദ്യത്തെ കവിത രാമായണമാണെന്ന് മറ്റേ വാൽമീകി പറയുന്നു എന്നുള്ളതാണ്. വാൽമീകി ഈ അമ്പെയ്യുന്ന വേടനോട് മാനിഷാദ പ്രതിഷ്ഠാം ത്വാമഗമ ശാശ്വതീ സമ യൽക്രഷ്ടം ജനാന്തേക മമ ശാശ്വതീ സമ എന്ന് പറയുന്ന അത് പറയുകയാണ്. അതാണ് ആദ്യത്തെ കവിത എന്നാണ് പറയുന്നത്. അതിന് മുമ്പ് മനുഷ്യൻ കവിത എഴുതിയിട്ടുണ്ടാവും, പക്ഷെ അത് എഴുതി കവിതയായിട്ട് കണക്കാക്കിയിട്ടുണ്ടാവില്ല. പാട്ടുണ്ടായിട്ടുണ്ടാവും, കാരണം ആദിമ സമൂഹം മുതൽ പാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏതായാലും ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ആദികാവ്യം എന്നർത്ഥത്തിൽ രാമായണം ഇന്ത്യൻ മനസ്സിനെ പലതരത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ്. അത് ഒരു കഥയല്ല. രാമായണത്തിന് നേരത്തെ പറഞ്ഞ പോലെ 300 രാമായണം വരെ ഉണ്ടെന്നാണ് AK രാമാനുജനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. 300 രാമായണങ്ങൾ, 300 രാമായണാസ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെയുണ്ട്. ഈ രാമായണത്തിന് പല വെർഷൻസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഈ TV രാമായണം കണ്ട് അത് മാത്രമാണ് രാമായണം എന്ന് വിശ്വസിക്കരുത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടു വളർന്നത് മുഴുവൻ രാമായണം, മഹാഭാരതം, ഭാഗവതം കഥകളാണ്. അപ്പോൾ ഞങ്ങൾ ഉറങ്ങണമെങ്കിൽ അച്ഛനോ അമ്മയോ കഥ പറഞ്ഞു തരാം, മുത്തശ്ശിയോ കഥ പറഞ്ഞു തരണം. കഥ കേട്ടുറങ്ങുക എന്നത് നമ്മുടെ ഒരു ശീലമാണ്. മാത്രമല്ല തുടർക്കഥയാണല്ലോ ഇത്. അപ്പോൾ നാളെ കഥ പറയണമെങ്കിൽ ഇന്നലെ എവിടെ നിർത്തി എന്നുള്ള ഓർമ്മ പരിശോധിച്ചിട്ടേ പറയുള്ളൂ. ഇന്നലെ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ചിലപ്പോൾ അവർ മറന്നുണ്ടാവും, പക്ഷെ നമ്മൾ മറക്കില്ല. പിന്നെ ഭാവനയാണ്. അപ്പോൾ കഥ കേട്ട് വളരുക എന്നുള്ളത് നമ്മുടെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ചതും അതുപോലെ ഒരുപാട് ഭാവനകൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ എന്നോട് രാമായണം പറയുമ്പോൾ എൻ്റെ മുമ്പിൽ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ മുത്തശ്ശിയോ പറയുമ്പോൾ എൻ്റെ മുമ്പിൽ രാമായണത്തിന് ലങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ അറിയുന്ന ഒരു സ്ഥലമാണ്.
അതുപോലൊരു സ്ഥലമാണ് എനിക്ക് ലങ്ക, ഏതെങ്കിലും ഒരു വീടിൻ്റെ പിൻവശമോ അങ്ങനെയാണ്. വേറൊരു എനിക്ക് വനം എന്ന് പറഞ്ഞാൽ ഞാൻ വനമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അത് അവിടെ പോയി കാണുന്നു, അല്ലെങ്കിൽ മറ്റ് പഞ്ചവടി ഇതാണെന്ന് പറഞ്ഞ് കാണുന്നു. ഇങ്ങനെ അയോധ്യ ഇങ്ങനെയാണ് എന്നൊക്കെ എൻ്റെ മനസ്സിലൊരു രൂപങ്ങൾ ടി വി കാണുന്നത് വരെ, ടി വി കണ്ടു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ രൂപമൊക്കെ മാറിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കഥാപാത്രങ്ങളോട്, പിന്നെ അവർ പറയുന്ന രീതികൾ, ചില കഥാപാത്രങ്ങൾ പോകുന്നല്ലുണ്ട്. അപ്പോൾ പൊതുവേ ഇവരൊക്കെ തന്നെ രാമനെ ദൈവമായി കാണുന്ന രീതിയിലാണ് കഥ പറയുക. രാമനെ വിഷ്ണുവിൻ്റെ അവതാരമായി കാണുന്ന രൂപത്തിലാണ് ഭാഗവത അധിഷ്ഠിതമായ രാമായണം എന്ന അർത്ഥത്തിൽ ആണ് ഞങ്ങൾക്കൊക്കെ കഥ പറഞ്ഞുതരിക. പിന്നെ അച്ഛൻ പറയുമ്പോൾ അച്ഛൻ ഈ രാമായണം പ്രബന്ധ കൂത്ത് കാണും. കൂത്ത് കാണുമ്പോൾ അതിലെ ചില തമാശകളും അതിലെ ചില സംഗതികളും എല്ലാം ചേർത്ത് അങ്ങനെയാണ്. അപ്പോൾ പലതരത്തിൽ ഒരു 3-4 തരം രാമായണം ഞാൻ കേട്ട് വളർന്നിട്ടുണ്ട്. ഒരു തലമുറയുടെ ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു ഉന്നമനം കൂടി അവിടെ നടക്കുന്നുണ്ട്, ഒരു പരുവപ്പെടുത്തൽ കൂടി അവിടെ തീർച്ചയായിട്ടും നമ്മളെയൊക്കെ പരുവപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാമനെക്കുറിച്ച്, ലക്ഷ്മണനെക്കുറിച്ച്, രാവണനെക്കുറിച്ച് ഒക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ ചെയ്ത സങ്കല്പങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് രാമായണം വായിക്കാൻ തുടങ്ങുന്നത്. ആദ്യം ഞാൻ വായിച്ച രാമായണം എന്ന് പറഞ്ഞാൽ ബാലരാമായണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു മാതൃഭൂമിയായിട്ട് ഇറക്കിയതാണ്, കുട്ടികളുടെ രാമായണം. അത് കുട്ടികൾക്ക് വേണ്ടി രാമായണ കഥ പറയുന്നു. പിന്നെ കമ്പരാമായണത്തിൻ്റെ മലയാള തർജ്ജമ, ഇത് രണ്ടും വളരെ ലളിതമാണ്. കമ്പരാമായണമൊക്കെ വളരെ രസമായിട്ട് വായിച്ചു പോകാം, ഇങ്ങനെ കഥകൾ പറയുന്ന പോലെയാണ്. പക്ഷേ അതൊക്കെ ബ്രിഡ്ജഡാണ്. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോഴാണ്, ഒരു 6-7 ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴാണ് എഴുത്തച്ഛൻ്റെ രാമായണത്തിലേക്ക് നമ്മൾ പതുക്കെ കിടക്കുന്നത്. എഴുത്തച്ഛൻ്റെ രാമായണം പഠിക്കാനുണ്ടല്ലോ നമുക്ക് കഷ്ണം. അപ്പോൾ അയോധ്യാകാന്ഡത്തിലൊരു ഭാഗം കിട്ടിയാൽ അപ്പം എൻ്റെ ജോലി എനിക്ക് അയോധ്യാകാന്ഡം മുഴുവൻ വായിക്കുക എന്നുള്ളതാണ്. അതിങ്ങനെ വായിക്കുക, അതിൻ്റെ അർത്ഥം കണ്ടെത്തുക. പലതും മനസ്സിലാവില്ല എങ്കിൽ പോലും രാമായണം വായിക്കുക. അതുപോലെ മഹാഭാരതം അത്രയും വായിച്ചിട്ടില്ല. മഹാഭാരതം കാരണം കിളിപ്പാട്ടാണ്. പിന്നെയാണ് വാൽമീകി രാമായണത്തിലൊക്കെ എത്തുന്നത്. ഞാൻ സംസ്കൃതം വളരെ ഗൗരവമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളല്ല. വാൽമീകി രാമായണത്തിലൊക്കെ എത്തുന്നത് അതൊക്കെ കഴിഞ്ഞ അവസാനം ഹൈസ്കൂൾ ആ സമയത്താണ് വള്ളത്തോളിൻ്റെയും അല്ലെങ്കിൽ അതുപോലെയുള്ള വാൽമീകി രാമായണത്തിൻ്റെ തർജ്ജമകൾ നമ്മൾ വായിക്കുന്നത്. അതുപോലെ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ ഭാരത തർജ്ജമ, പ്രകാശത്തിൻ്റെ ഭാരത തർജ്ജമ, ഇതൊക്കെ വായിക്കുന്നത് പിന്നെയാണ്. ഭാഗവതം ഞാൻ അങ്ങനെ വായിച്ചിട്ടുള്ളതല്ല. എൻ്റെ ആ മുത്തശ്ശി എല്ലാ ദിവസവും ഭാഗവതം വായിക്കും, മുത്തശ്ശി ഇവരൊക്കെ. അത് ഞാൻ കേൾക്കും, ഭാഗവതം കേൾക്കും. അപ്പോൾ അത് മുത്തശ്ശിക്ക് ഏതാണ്ട് ബൈഹാർട്ടാണ് ഭാഗവതം മുഴുവൻ. ഇങ്ങനെ പേജ് നോക്കാതെ മുത്തശ്ശി ഇങ്ങനെ കണ്ണ് കാണില്ലെങ്കിൽ മുത്തശ്ശി പേജ് മറിച്ച് ഭാഗവതം വായിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളിലായി അവർ തറവായ ഒരാളുകൾ. അപ്പോൾ ഇതുണ്ടാക്കിയ ഒരു ഇതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അച്ഛൻ പൂജാരിയാണ്. എനിക്കറിയാവുന്ന വളരെ കുറച്ച് പണികളേ ഉള്ളൂ. പ്രത്യേകിച്ചും ഒരു 8-9 വയസ്സ് മുതൽ ഞാൻ പൂജയ്ക്ക് പോകുന്ന ആളാണ്. അച്ഛനെ സഹായിക്കാൻ പോകും ആദ്യം. അത് കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്രമായി ചെറിയ അമ്പലങ്ങളിലെ പൂജയ്ക്ക് പോകും. പിന്നെ മുട്ടുശാന്തി. ഇപ്പം ഞാൻ ഈ എറണാകുളത്ത് തന്നെ മിക്കവാറും എൻ്റെ ബന്ധുക്കളാണ് ഇവിടുത്തെ പൂജാരിമാർ. എൻ്റെ ഇളയച്ഛൻ, അമ്മാവൻ്റെ മക്കൾ, അവരൊക്കെയാണ് ഇവിടുത്തെ പൂജാരിമാർ. ഈ പൂജാരിമാർക്കൊക്കെ സഹായമായിട്ട് ഞാൻ വരും. അപ്പോൾ അവർക്ക് ഒരു ദിവസം ഒഴിവുവാണെങ്കിൽ, മുട്ടുശാന്തി വേണമെങ്കിൽ, അല്ലെങ്കിൽ ഹെൽപ്പറായിട്ട്. ഇപ്പോൾ ചോറ്റാനിക്കരയും എറണാകുളം ചിറ്റൂർ അമ്പലത്തിലൊക്കെ എൻ്റെ അമ്മാവൻ പൂജാരിയായിരുന്നു. അവിടെയൊക്കെ ഞാൻ അദ്ദേഹത്തിനെ സഹായിക്കാം. കാരണം എനിക്കത് 2 ഗുണമുണ്ട്. ഒന്നെന്താ വെച്ചാൽ എൻ്റെ ജോലിയാണത്, പിന്നെ അദ്ദേഹത്തിന് സഹായമാണ്. മൂന്നാമത് അതിൽ പറയാത്തൊരു കാര്യം വെച്ചാൽ എനിക്ക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ശാന്തിക്ക് വന്നുള്ള ഗുണം എന്താ വെച്ചാൽ സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോകാൻ എളുപ്പമാണ്. ഇത് കഴിഞ്ഞാൽ സിനിമയ്ക്ക് പോകും. അന്ന് രാവിലെ അമ്പലത്തിൽ നട തുറക്കും. അതെനിക്ക് പ്രശ്നമല്ല, ഉറക്കൊരു വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് ശാന്തി അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു 18-19 വയസ്സ് കഴിയുമ്പോഴേക്കും എൻ്റെ രീതിയിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. പ്രത്യേകിച്ചും അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടും എൻ്റെ വായനകളുമായി ബന്ധപ്പെട്ട് എനിക്കിതിലുള്ള വിശ്വാസം പതുക്കെ കുറയും. അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസമില്ലാത്തൊരു കാര്യം ചെയ്യരുത്. അതെന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ വിശ്വാസം കുറയുമ്പോൾ അച്ഛനോട് പതുക്കെ പോയി പറയും, ഇനി എനിക്ക് പൂജ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് വിശ്വാസമില്ല. അച്ഛൻ പറഞ്ഞു, നിർത്തിക്കോ, ഇനി പോണ്ട, വിശ്വാസമില്ലാത്തൊരു കാര്യം ചെയ്യരുത്, വിശ്വാസമില്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. അത് ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കെങ്കിലും ബോധ്യം ഉണ്ടാവണമെന്ന് തന്നെ ശരിയാണ്, അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യരുത്. അല്ല, അന്ന് അതാണ് നോക്കണം. അന്ന് ആ പരമ്പരാഗതമായിട്ട് പൂജയും കാര്യങ്ങളൊക്കെ കൃത്യമായി അനുഷ്ഠിച്ചിട്ടിങ്ങനെ കുടുംബത്തിലെ ഒരു കാരണവർ അങ്ങയുടെ അച്ഛൻ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ അത് ചെയ്യണ്ട, അല്ലാതെ നിർബന്ധപൂർവ്വം ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, നിർബന്ധം ചെയ്യണമെന്ന് പറയില്ല. മാത്രമല്ല ഞാൻ പിന്നെ എഞ്ചിനീയറിംഗ് ആയി, അത് കഴിഞ്ഞ് ജോലി കിട്ടി, പിന്നെ എൻ്റെ ജീവിതം വേറെയായി. ഇപ്പം ഞങ്ങൾക്ക് ഈ നമ്പൂതിരിമാർക്ക് 3 വർഷം ബ്രഹ്മചാര്യമുണ്ട്. ബ്രഹ്മചാര്യം എന്ന് പറഞ്ഞാൽ ഉപനയനം കഴിഞ്ഞു. എനിക്കൊക്കെ 3 വർഷം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒന്നും ആർക്കില്ല, ഇപ്പോൾ ദിവസം തന്നെയാണ്. ഞാൻ 3 വർഷം തന്നെ വ്രതം എടുത്തിട്ടുണ്ട്. പക്ഷേ 6 മുതൽ 9 വയസ്സ് വരെയാണ്. അതുകൊണ്ട് നമുക്കൊന്നും അറിയുന്നില്ല, സ്കൂളിലൊക്കെ പോകുമ്പോൾ പ്രായമാണ്. കഠിനമായ നിഷ്ഠകളുണ്ടോ, പക്ഷെ 9 വയസ്സ് വരെ കഠിനമൊന്നുമില്ലല്ലോ. അതിങ്ങനെ ചില വേഷങ്ങളും പിന്നെ ചില കർമ്മങ്ങളും ദിവസവും, പിന്നെ മുടി 1 വർഷം മുടി വെട്ടാതിരിക്കുക, ഇങ്ങനെയുള്ള ചില തരികടകളാണ്. അപ്പം അതൊക്കെ ചെയ്യും. അതുപോലെ വേദം ചൊല്ലിക്കും. വേദം വന്നിരുന്ന ഒരു വൈദികൻ വന്നിരുന്ന് നമ്മളെ കൊണ്ട് ഇങ്ങനെ വേദം ഉരുവിടിക്കും. സാറിന്റെ ഇല്ലത്ത് ഒത്തുണ്ടായിരുന്നു? ആ ഒത്തുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ആരും ഒത്തന്മാരൊന്നും ഇല്ല വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ യജുർവേദികളാണ്. അപ്പോൾ യജുർവേദം ഇങ്ങനെ ചെല്ലിക്കും. എനിക്കിപ്പോൾ യജുർവേദം തന്നെ എനിക്കറിയില്ലായിരുന്നു.
ഇദ്ദേഹം ചൊല്ലും, ഞാൻ ചൊല്ലും. EMS പറഞ്ഞതുപോലെ അർത്ഥം എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ അതൊരു ഒരു പ്രത്യേക ടോണില് ഈണം താളം വെച്ച് നമ്മളെ കൊണ്ട് ചൊല്ലിക്കും. തെറ്റിയാൽ, അക്ഷരം തെറ്റിയാൽ, ഉച്ചാരണം തെറ്റിയാൽ ചീത്ത വെക്കും. അതൊരു പ്രശ്നമാണ്. അതൊരു ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് സംസാരിക്കാൻ ഏത് ഘട്ടത്തിലും വളരെ കൃത്യമായി സ്പഷ്ടമായി സംസാരിക്കാൻ നമുക്ക് കഴിയുന്നത് ആ ഒരു ശീലം കൊണ്ടാണ്. അല്ല, സംസ്കൃതത്തിന്റെ സ്വാധീനവും ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേദമൊക്കെ ചെല്ലുന്ന അനുഷ്ഠിപ്പ്, അതിൽ പിന്നെ ഉദാത്തം സ്വരിതം അങ്ങനെയുള്ള ആ മാത്രയിലൊക്കെ ചൊല്ലുമ്പോൾ കൃത്യമായി ശ്വാസ നിയന്ത്രണം, ഉച്ചാരണ ശുദ്ധി എല്ലാം അതിലുണ്ടാവും എന്നുള്ളത്. അല്ല, അതൊക്കെ ഉണ്ട്, അതൊക്കെ അവർ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥമൊന്നും അറിയില്ല. ഒരു വാക്കിന്റെ പോലും അർത്ഥം എനിക്കറിയില്ല. അതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, രാമായണം അത് കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള രാമായണങ്ങൾ നമ്മൾ വായിക്കുന്നു. രാമായണത്തിനെ പല രൂപത്തിൽ കാണുന്നു. ഇപ്പോൾ ഗാന്ധി കണ്ട രാമൻ ഒന്ന് വേറെ. ഞാൻ ഗാന്ധിയെ പഠിക്കുമ്പോഴാണ് രാമനെ കുറിച്ചുള്ള, അതുവരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ രാമനെ ഒരു അത്ര ഗംഭീരനായിട്ടൊന്നും കണ്ടിട്ടില്ല. വെച്ചാൽ അങ്ങനെയല്ല. ഇപ്പോൾ ശംഭൂകിനെ കൊന്ന രാമൻ, ബാലിയെ ഒളിയം പെയ്ത് കൊന്ന രാമൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒരു ബ്രാഹ്മണ്യം അംഗീകരിക്കുന്ന രാമൻ, അപ്പോൾ ആ ഒരു ചാതുർവർണ്ണ വ്യവസ്ഥയെ സമ്പുഷ്ടമാക്കുന്ന രാമൻ, രാക്ഷസരെ കൊല്ലുന്ന രാമൻ. ഇപ്പം രാക്ഷസർ എന്ന് പറഞ്ഞാൽ നീചജാതിക്കാരാണ്, അതിൽ പ്രത്യേക ജാതിക്കാരൊന്നുമല്ല, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം വാനരന്മാർ എന്ന് പറയുന്നത് മനുഷ്യരാണ്, അവരെ വേറൊരു രീതിയിലുള്ള മനുഷ്യരാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിങ്ങനെ പതുക്കെ മനസ്സിലായി വരുമ്പോഴും ഇതിനോടുള്ള നമ്മുടെ രീതി, നമ്മുടെ സമീപന രീതി മാറും. നമ്മുടെ ജീവിത രീതി നമ്മൾ ചെറുപ്പത്തിൽ കേട്ട രാമനും കുറച്ച് കഴിഞ്ഞുള്ള രാമനും, അത് കഴിഞ്ഞ് ഓരോ ഘട്ടത്തിലും ഈ രാമായണത്തിൻ്റെ കഥ നമ്മുടെ ഉള്ളിൽ പല രൂപത്തിൽ മാറിക്കൊണ്ടിരിക്കും. ഓരോ സമയത്തും ഓരോ രീതിയിലാണ് ഇതിനെ കാണുക. അത് കഴിഞ്ഞ് പിന്നെ ഗാന്ധിയായിട്ട് വന്നപ്പോഴാണ് ഗാന്ധി എന്തുകൊണ്ട് രാമനെ എടുത്തു, ഇത്രയും എനിക്ക് താല്പര്യമില്ലാത്ത ഒരു രാമനെ എന്തുകൊണ്ട് ഗാന്ധി എടുത്തു എന്നൊരു ചോദ്യം എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ആ ചോദ്യത്തിലൂടെയാണ് രാമന് വേറൊരു രാമൻ, ഗാന്ധി പറയുന്നുണ്ട് ഇത് അയോധ്യയിലുള്ള രാമനല്ല, യുദ്ധം ചെയ്ത രാമനല്ല, ആ രാമരാജ്യം എന്ന് ഗാന്ധി പറയുന്നതിന് വ്യാഖ്യാനമൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അതിൽ ശരിയോ തെറ്റോ എന്നല്ല, ഞാൻ ഗാന്ധിയെ കാണും. അപ്പൊ അങ്ങനെയും രാമനെ കാണാം എന്ന രൂപത്തിൽ ഒരു രാമായണം എൻ്റെ മനസ്സിൽ രൂപപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ പോപ്പുലിസ്റ്റ് രാമായണം, TV സീരിയൽ രാമായണം, അതുപോലെ ചിത്രകഥകളുടെ രാമായണം, ഇങ്ങനെ പിന്നെ രാമായണത്തിന് അധിഷ്ഠിതമായ നിരവധി പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നു. അങ്ങനെ വായിക്കുമ്പോൾ വീണ്ടും രാമായണത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ ഓരോന്നോരോന്ന്, ഗാന്ധിയുടെ രാമൻ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു ദളിത് പക്ഷ രാഷ്ട്രീയത്തിലേക്ക് വായന വരുമ്പോൾ അവിടെ രാമനെ നമ്മൾ ഇതൊന്നും അല്ലാത്തൊരു രാമനായിട്ടൊക്കെ കാണും. അപ്പൊ എങ്ങനെയാണ് രാമൻ? ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഉത്തരേന്ത്യയിൽ ഉള്ളത്ര സ്വാധീനം രാമന് ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നില്ല, തമിഴ്നാട്ടിലോ കേരളത്തിലോ ഉണ്ടായിരുന്നില്ല. അതിന് കാരണം ഇവിടെ അത്രയും ഒരു ആര്യനൈസേഷൻ അല്ലെങ്കിൽ ബ്രാഹ്മിനൈസേഷൻ അത്രയും നടക്കാത്തൊരു സ്ഥലമാണ്. കേരളത്തിൽ വളരെ കുറച്ച് രാമക്ഷേത്രങ്ങളേ ഉള്ളൂ. നേരെ മറിച്ച് ബാക്കിയുള്ള ഇവിടെ കൃഷ്ണനുണ്ട്, വിഷ്ണുവുണ്ട്, ഭദ്രകാളിയുണ്ട്, ദുർഗയുണ്ട്, ഗണപതിയുണ്ട്, ശിവനുണ്ട്, ഇവരൊക്കെ ക്ഷേത്രങ്ങളുണ്ട്. ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങളൊക്കെ അത് തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രവും ശ്രീരാമൻ്റെ അല്ല. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ശ്രീരാമക്ഷേത്രം ഇപ്പോൾ തൃപ്രയാർ മാത്രമാണ് ഒരു ശ്രീരാമക്ഷേത്രം, അത്ര അറിയപ്പെടുന്ന ശ്രീരാമക്ഷേത്രം. പിന്നൊക്കെ അത്രയില്ല. അതും തൃപ്രയാറും അവിടെ ശാസ്താവും അങ്ങനെ കുറേ സംഗതികളുണ്ട്. ആറാട്ടുപുഴ പൂരമൊക്കെ ആയി ബന്ധപ്പെട്ട മിത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ രാമനെ നമ്മൾ നമ്മുടെ ആംഗിളിൽ നിന്നനുസരിച്ച് നമ്മൾ രാമൻ എന്ന സങ്കല്പത്തെ രാമായണത്തിൽ നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ദളിതപക്ഷം കഴിഞ്ഞ് സ്ത്രീപക്ഷത്തുനിന്ന് രാമനെ കാണുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട് രാമൻ. അപ്പോൾ രാമനെ നമ്മൾ വീണ്ടും ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു രാമനാവും. ഇപ്പോൾ സീതയെ ഉപേക്ഷിച്ച രാമൻ, സീതയെ സംശയിച്ച രാമൻ, അങ്ങനെ ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ദശരഥന് തന്നെ ശാന്ത എന്ന് പറയുന്ന ഒരു മകളുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് രാജ്യഭാരം കൊടുക്കില്ല, കാരണം മകനല്ലേ രാജ്യഭാരം, അതിനാണല്ലോ പുത്രകാമേക്ഷി നടത്തുന്നത്. മകളുള്ള ദശരഥൻ പുത്രകാമേക്ഷി നടത്തുകയാണ് എന്നാണ് കഥ. അപ്പോൾ തീർച്ചയായിട്ടും അതിലെ വസ്തുതാപരമായ ഒരു സയന്റിഫിക് ട്രൂത്തിനല്ല ഞാൻ പറയുന്നത്, അത് കൊടുക്കുന്ന ഒരു പുരാണവും ഓരോ സംഗതിയും ഓരോ കാലഘട്ടത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് എന്ന് നമ്മൾ മനസ്സിലായി വരികയാണ്. നമ്മൾ ഇന്ന് അതിനെപ്പറ്റി പറയുമ്പോൾ ആശാന്റെ സീത, ഞാൻ ഏറ്റവും രാമായണത്തെക്കുറിച്ചുള്ള ഏറ്റവും എൻ്റെ ഇഷ്ടപ്പെട്ട പുസ്തകം സീതയാണ്, ആശാന്റെ സീത, ചിന്താവിഷ്ടയ സീത. ആ സീത യഥാർത്ഥത്തിൽ രാമനെ ഒരു കോർട്ടിൽ നിർത്തി വിചാരണ ചെയ്യുന്ന സീതയാണ്. എത്ര ഗംഭീരമായിട്ടാണ് ഒരു സ്ത്രീപക്ഷം. ഇന്നൊക്കെ നമ്മൾ ഫെമിനിസ്റ്റ് റൈറ്റിംഗ്, സ്ത്രീ പെണ്ണെഴുത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും ഗംഭീരമായ പെണ്ണെഴുത്ത് ആശാന്റെ സീതയാണ്.